ഹായ് ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരിട്ടാ. നമ്മളിപ്പോൾ ഇന്ന് ഗൂഡല്ലൂർ ഹോസ്പിറ്റലിലാണ് കേട്ടോ. മുത്തുവിന് പ്രസവത്തിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഐഷു അമ്മനും ഒക്കെ വന്നിട്ടുണ്ട്. മുത്തുതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച വന്നു, ഇതിപ്പോൾ വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ അമ്മനും ഐഷു ഉണ്ട്. ഇതൊക്കെ ഉറക്കൊഴിച്ച് രാവിലെ നേരത്തെ സുബിക്ക് തന്നെ നീച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണേ. ഐഷു ഉറങ്ങുകയും ചെയ്ത്. അപ്പോൾ ഇതാ കുട്ടീനെ കയ്യിൽ കിട്ടി. പെൺകുട്ടിയാണ്, ഐഷുവിനെ അനിയത്തി കുട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. അമ്മനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഐഷു കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അത്ര നേരം നോക്കിയിരുന്നു. രാവിലെ നേരത്തെ നീച്ച് വന്ന കാരണമാണ് അതിന് ഉറക്കം തേഞ്ഞിട്ടില്ല ഒന്നുണ്ട്. ക്ലാസ്സിൻ്റെ തോളിൽ കിടന്ന് കണ്ട് ഉറങ്ങി. ബേബിനെ കാണണം എന്ന് പറഞ്ഞ് ഇത്ര നേരം നിന്ന്. അമ്മിക്കുട്ടി ഇതാ പപ്പാൻ്റെ ഒപ്പം ഇരിക്കണം. ഫോട്ടോ എടുക്കാനാണ്. ക്ലാസ്സിലിതാ സ്റ്റാഫുകൾക്ക് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും മിഠായിയും ലഡും ഒക്കെ കൊടുന്ന് കൊടുക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ നമുക്ക് സന്തോഷം തന്നെയല്ലേ. പെൺകുട്ടികൾ ബർക്കത്താണെന്നാണ് പറയുക വീട്ടിലേക്ക്. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ കിട്ടി. ഐഷുവിനും അമ്നുവിനും ഒരു അനിയത്തി കുട്ടിയും കൂടെ ആയി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി എല്ലാവർക്കും. എന്തായാലും ഇപ്പോൾ അതാണ് കഴിഞ്ഞില്ലേ, റാത്തായി. മക്കൾ പെണ്ണായാലും ആണായാലും ഒക്കെ നമുക്ക് നല്ലത് തന്നെയല്ലേ. പെൺകുട്ടികളാണ് ഏറ്റവും നല്ലത് എന്ന് പറയും. അതന്നെ, ആൺകുട്ടികളല്ല എന്നല്ല, എന്നാലും നമുക്കൊരു സന്തോഷമാണ് ആണായാലും പെണ്ണായാലും. അപ്പം അങ്ങനെ ഐഷുവിൻ്റെ അമ്നുവിൻ്റെ അല്ല മുത്തുവിൻ്റെ എപ്പിയും വന്നേക്കണ എൻ്റെ ആങ്ങളെയാണ്. മുത്തുതാ കിടക്കണേ. ഒരു രാവിലെ എത്തി. ഇത് മുത്തുവിൻ്റെ ആങ്ങളെ വേണേ. ഓനും രാവിലെ ബൈക്കുമ്പോൾ നേരത്തെ വന്നേക്കണേ കേട്ടാ. നേരത്തെ ഓപ്പറേഷൻ നടന്നപ്പോൾ അപ്പോൾ പിന്നെ ഓനും വന്ന് ഇതാ കുട്ടീനെ എടുത്തുകൊണ്ടും മടിയിൽ വെച്ച് ഇരിക്കണേ. ഇനിയിപ്പോൾ ജുമായ കഴിഞ്ഞതിന് ശേഷം പോകണമെന്നും പറഞ്ഞ് നിൽക്കണ്. ഇനി ചെറിയ ആങ്ങളെ വന്നിട്ടില്ല. ഓനിഞ്ഞി ഏതായാലും ഓളമ്മാനെ കൊണ്ടുവരാൻ വരുമ്പോൾ വരാറിഞ്ഞിട്ട് അങ്ങനെ നിൽക്കണം. ഇവിടെ രണ്ടാൾക്കാർ ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പം അത് ഉണരുന്നേനല്ല കേട്ടോ. അപ്പം എല്ലാം കഴിച്ചിങ്ങനെ കൊടുത്തിട്ടേക്കാണ്. പാലിടിക്കാനൊന്നും ഉണരുന്നില്ല, അങ്ങനെ ഉറങ്ങി കിടക്കണേ. നിങ്ങളിടയിലൊക്കെ കുട്ടി വെക്കാൻ പറ്റുമോ? ഐഷുവിന് മടിയിൽ വെക്കണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതാ മടിയിൽ വെച്ച് കൊടുത്തേക്കാണ് കേട്ടാ. രണ്ടാളും തിരക്കാണ്ട് കൊണ്ട് എനിക്ക് വെക്കണം, എൻ്റെ ബേബി പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ ബേബി അറിയുക, ഒരാൾ എൻ്റെ ബേബി അറിയുക. രണ്ടാൾക്കും ആണ്ടും കൊണ്ടും മടിയിൽ വെച്ചിരിക്കണം. എന്താ സന്തോഷം. എന്നാലും ഓൽക്ക് കളിക്കാൻ ഒരു കുഞ്ഞിനെ ആയി. അത് ഉണരാത്ത കാരണം കരയണില്ല, ഉണരുന്നില്ല എന്നും പറഞ്ഞ് ഇരിക്കണ് രണ്ടാളും. എങ്ങനെ പാട്ട് വാവോ പാട്ട് പാടി കൊടുക്കും. വാവ് ഉറക്കി കൊടുത്താൽ ഇളക്കല്ല ഐസോ ബാവു കിട്ടുന്നുണ്ട് മുത്തോ. കാതോ മതി. ആശു അങ്ങനെ മുത്താൻ പാടില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമുക്ക് മുത്താനാവുമ്പോ നമുക്ക് അഞ്ഞി മതി മതി. മതിട്ടാ. ബാബോ അമ്മന് ബാബോ പറഞ്ഞപ്പോ രണ്ട് കുഞ്ഞാത്താരുണ്ട്, ഒരു കുഞ്ഞാക്കുണ്ട്. കുഞ്ഞാത്തിയും കുഞ്ഞാക്കിയൊക്കെ ഉണ്ട്. തുടരുത്. രണ്ടാൾക്കും ഇങ്ങനത്തെ സന്തോഷമല്ലേ കേട്ടാ. കുട്ടീൻ്റെ ഇരുന്ന് മാറിയ നേരമല്ലേ രണ്ടാളും. എൻ്റെ ബേബി പറഞ്ഞിട്ട് അതാണ് ഈ കണ്ണും നീക്കണില്ല, പാല് കുടിക്കാനും ഒന്നും ആവില്ല. ഒരൊച്ച കേട്ടിട്ട് അങ്ങനെ കെടുത്ത് ഉണർത്താനാണ് പറയണത്, പാല് കൊടുക്കാന്.
പാട്ട് പഠിക്കും. അത് തൊടണ്ട, വാ, തൊടാൻ പാടില്ല, ഇങ്ങോട്ട് വാ. അമ്മച്ചിക്ക് വേനാവും. അതാ അൽഹംദുലില്ലാ. ഏട്ടത്തി ഇങ്ങോട്ട് വാ, തുമ്പി ഇങ്ങോട്ട് വാ. കളിച്ചാ? ഏട്ടത്തി അനുസരിച്ച് തുമ്പി കളിച്ചാ? പോയി ആ, എനിക്ക് ഓക്ക് വേണം ബേബി. ഇഞ്ഞോള് കുറച്ച് നേരം. രണ്ടാളും കൂടി ഇപ്പോൾ ബേബി വേണം എന്നും പറഞ്ഞിട്ട് കളിച്ചിട്ട് ഇരിക്കണം അതിനേട്ടാ. തല തോണ്ടിയിട്ടും അവിടെ തോണ്ടിയിട്ടും എന്തൊരു തൃപ്തി അറിയാം ഉണ്ടാക്കും. പെൺകുട്ടികളായ എങ്ങനെയാണല്ലേ, ഓർക്കൊരു കുട്ടീനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കാരം. എപ്പോഴാ അമ്മായിക്ക് കുട്ടീനെ വരുന്നേ വെച്ചിട്ടേ ഇരുന്നീന്ന് അമ്മൂട്ടാ. വന്ന് കുട്ടീനെ കിട്ടിയേക്കിന് ഇങ്ങനത്തെ ഒരു സന്തോഷമില്ല കേട്ടോ എനിക്ക്. അവർക്ക് മടിയിൽ വെക്കണം, എടുക്കണം, ഇതൊക്കെയാണ് പറയണത്. എനിക്ക് വേണം എന്നും പറഞ്ഞിട്ട് രണ്ടാളും കൂടെ മത്സരിച്ച് നിൽക്കുകയാണ്. ഈ തൊടല്ലേ ഞാൻ തൊടല്ലേ എന്നും പറഞ്ഞിട്ട്. അതിൽ ഐഷു തെറ്റിപ്പോയി. ഇതാ ഓക്ക് മടിയിൽ വെക്കാഞ്ഞിട്ട് കൊടുക്കാഞ്ഞിട്ട് ഐഷു തെറ്റി. പിന്നെ ഇപ്പോൾ ഇതാ രണ്ടാൾക്കും മടിയിൽ വെച്ച് കൊടുത്ത് രണ്ടാളും നല്ല ഹാപ്പി. അത് പാലൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓലിങ്ങനെ തുറന്ന് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ വെച്ചതാണ്. അപ്പോൾ തുറന്ന് വെച്ച് കണ്ടപ്പോൾ ഓൽക്ക് രണ്ടാൾക്കും എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച് നിൽക്കുകയാണ്. ഒരാൾ ഞാൻ ബേബിനെ നോക്കാം, ഞാൻ ബേബിക്ക് ചോറ് കൊടുക്കാം, ഫുഡ് കൊടുക്കാം, ഇങ്ങനെയൊക്കെയാണ് രണ്ടാളും പറയുന്നത് ഇപ്പം തന്നെ. ഏതായാലും നോക്കാനും ഞാൻ ആരും വേണ്ട, ഒരു രണ്ടാളും നോക്കിക്കോളും. ഐശുവിന് കുട്ടീനെ ഇഷ്ടമായാ? ബേബി കുട്ടീനെ ഇഷ്ടമായാ? ഇഷ്ടമായില്ലേ? ആയാ? നല്ല കുട്ടി. അമ്നുവിനും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി അല്ലേ? ഇപ്പോൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. എന്തൊക്കെയാണ് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ മൂന്നാളും എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, ആസ്പത്രിക്ക് വന്നും ചെയ്തേക്കണത്. അപ്പോൾ അതാ എല്ലാവരും ഹാപ്പിയിലാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണേ. അസ്സലാമു അലൈക്കും.